സമ്പത്താണോ സന്തോഷമാണോ വലുതെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയോ ആഡംബരങ്ങളുടെ നാടായ ദുബായോ ഒന്നുമല്ല ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. മറിച്ച് യൂറോപ്പിലെ മഞ്ഞു പുതച്ച ഒരു ചെറിയൊരു രാജ്യമാണ് ഫിൻലാൻഡ്. കഴിഞ്ഞ 8 വർഷമായി ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? GDP-യിൽ അമേരിക്ക ഒട്ടേറെ മുന്നിലാണെങ്കിലും ഫിൻലാൻഡ് എങ്ങനെ അവരെ പിന്നിലാക്കി? നമുക്ക് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു രാജ്യം സന്തോഷമുള്ളതാണോ എന്ന് അളക്കുന്നത്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് കേവലം ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളല്ല നോക്കുന്നത്. അതിന് പ്രധാനമായും 6 മാനദണ്ഡങ്ങളുണ്ട്. സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഔദാര്യം, അഴിമതിയില്ലാത്ത ഭരണം, പിന്നെ സാമ്പത്തിക സുരക്ഷിതത്വം. ഇവിടെയാണ് അമേരിക്കയും ഫിൻലാൻഡും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങുന്നത്. അമേരിക്കയിൽ അതിസമ്പന്നരായ ആളുകളുണ്ടെങ്കിലും ദാരിദ്ര്യവും അസമത്വവും കൂടുതലാണ്. എന്നാൽ ഫിൻലാൻഡിൽ ഒരു വ്യക്തിക്ക് ജോലി പോയാലോ അസുഖം വന്നാലോ അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വരുന്നില്ല. സർക്കാർ അവർക്ക് കരുത്തുറ്റ സുരക്ഷിത കവചമൊരുക്കുന്നു. ഫിൻലൻഡിന്റെ വിജയരഹസ്യം അവിടുത്തെ വിദ്യാഭ്യാസ രീതിയും ജനങ്ങൾ തമ്മിലുള്ള വിശ്വാസവുമാണ്. അവിടെ സ്വകാര്യ സ്കൂളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു ടാക്സി ഡ്രൈവറുടെ മകനും വലിയ ബിസിനസ്സുകാരന്റെ മകനും ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്നു. ഇത് സമൂഹത്തിലെ മത്സരബുദ്ധി കുറയ്ക്കുകയും സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പരസ്പര വിശ്വാസവും. ഫിൻലൻഡിൽ നിങ്ങൾ ഒരു പേഴ്സ് റോഡിൽ കളഞ്ഞുപോയെന്നിരിക്കട്ടെ, അത് തിരിഞ്ഞു കിട്ടാനുള്ള സാധ്യത 90% മുകളിലാണ്. അഴിമതിയില്ലാത്ത ഭരണ സംവിധാനവും സുരക്ഷിതത്വ ബോധവും നൽകുന്ന മാനസിക സമാധാനമാണ് അവരെ ഒന്നാമതെത്തിക്കുന്നത്. ഫിൻലാൻഡിന്റെ ചരിത്രം പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ്. ഏകദേശം 600 വർഷത്തോളം ഫിൻലാൻഡ് സ്വീഡന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1809 മുതൽ 1917 വരെ റഷ്യൻ സാമ്രാജ്യത്വത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമായി മാറി. റഷ്യൻ വിപ്ലവത്തിന്റെ കാലത്താണ് ഫിൻലാൻഡ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. 1917 ഡിസംബർ 6-നാണ് ഫിൻലാൻഡ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയത്. 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായി നടന്ന വിന്റർ വാർ ഫിൻലാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. കുറഞ്ഞ സൈനിക ബലം വെച്ച് സോവിയറ്റ് സേനയെ അവർ പ്രതിരോധിച്ച രീതി ഇന്നും യുദ്ധചരിത്രത്തിലെ അത്ഭുതമാണ്. വടക്കൻ യൂറോപ്പിലെ നോർഡിക് രാജ്യങ്ങളിൽ ഒന്നാണിത്. സ്വീഡൻ, നോർവേ, റഷ്യ എന്നിവയാണ് അതിർത്തികൾ. ഏകദേശം 1,88,000 തടാകങ്ങൾ ഇവിടെയുണ്ട്. രാജ്യത്തിന്റെ 75% വനമാണ്. കഠിനമായ മഞ്ഞുകാലമാണ് ഇവിടെ. ലാപ്ലാൻഡ് പോലുള്ള വടക്കൻ പ്രദേശങ്ങളിൽ മാസങ്ങളോളം സൂര്യൻ ഉദിക്കാത്ത അവസ്ഥയും വേനൽക്കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥയും കാണാം. നിഷ്പക്ഷതയിൽ നിന്ന് നാറ്റോയിലേക്ക് ഫിൻലാൻഡിന്റെ രാഷ്ട്രീയ ചരിത്രം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളോളം സൈനിക നിഷ്പക്ഷത പാലിച്ചിരുന്ന രാജ്യമായിരുന്നു ഫിൻലാൻഡ്. ഫിന്നിഷ് സംസ്കാരത്തിൽ സിസോ എന്നൊരു വാക്കുണ്ട്. കഠിനമായ സാഹചര്യങ്ങളെയും പരാജയങ്ങളെയും മനോധൈര്യം കൊണ്ട് നേരിടാനുള്ള കരുത്താണ് ഇത്. ആഡംബരങ്ങൾ കാണിക്കുന്നതിനേക്കാൾ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാനാണ് അവർക്കിഷ്ടം. അമേരിക്കയിലെ റേറ്റ് റേസ് അഥവാ ആർത്തിയോടെയുള്ള നെട്ടോട്ടം ഫിൻലാൻഡിലില്ല. 1917 റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത ചരിത്രമാകട്ടെ, 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് സേനയെ ചെറിയ സൈനിക ബലം വെച്ച് പ്രതിരോധിച്ച വിന്റർ വാർ ആകട്ടെ, ഫിൻലാൻഡിന്റെ ഓരോ ചുവടും അതിജീവനത്തിൻ്റെതാണ്. ഭൂമിശാസ്ത്രപരമായി നോർവേയും സ്വീഡനും റഷ്യയുമാണ് ഫിൻലാൻഡിന്റെ അയൽക്കാർ. പതിറ്റാണ്ടുകളോളം സൈനിക നിഷ്പക്ഷത പാലിച്ചിരുന്ന ഈ രാജ്യം 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തോടെ തങ്ങളുടെ നയം മാറ്റി. സുരക്ഷ കണക്കിലെടുത്ത് 2023 അവർ നാറ്റോയിൽ അംഗമായി. നിലവിൽ 2026 സാമ്പത്തിക മാനത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഫിൻലൻഡ് പ്രതിരോധ ബഡ്ജറ്റിലെ വർധനവ് ഉയർത്തുന്ന വെല്ലുവിളികളെ ധീരമായി നേരിടുകയാണ്. ചുരുക്കത്തിൽ ഫിൻലൻഡ് നമുക്ക് നൽകുന്ന പാഠം ലളിതമാണ്. സന്തോഷം എന്നത് കൂടുതൽ നേടിയെടുക്കൽ മാത്രമല്ല, മറിച്ച് ഉള്ളത് പങ്കുവെക്കുകയും സുരക്ഷിതമായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. പണം പ്രധാനമാണ്, പക്ഷെ അത് സന്തോഷത്തിലേക്കുള്ള മാർഗം മാത്രമാണ്. മികച്ച ഒരു സാമൂഹിക വ്യവസ്ഥിതിയും പ്രകൃതിയോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്കും സന്തോഷം കണ്ടെത്താം.